ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പറയുമ്പം ഫുൾ ഡയമണ്ട് ആർമറും പിന്നെ നമുക്കൊരു സ്റ്റോറേജ് റൂം ആക്കണം എന്ന് പറയുമ്പം ഞാനന്ന് ആക്കി ബേസ്മെൻറ്റിൽ, അത് നമുക്കൊന്ന് പുറത്തേക്ക് ആക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഡയമണ്ട് ആർമർ ആക്കാൻ പോവാം. ഞാൻ ഈ ബാരലിൽ കുറേ സാധനമെല്ലാം താഴേക്ക് മാറ്റി ഓർഡറാക്കി വെച്ചു. എന്താ ഇത്ര ഓർഡറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ മൈനിങ്ങിന് പോയ വീഡിയോയിൽ എനിക്ക് അത്യാവശ്യം സാധനമേ കിട്ടിയുള്ളൂ. 25 ഞാൻ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പിന്നെയും കിട്ടി. ആ സമയം ഞാൻ ഓണാക്കാൻ മറന്നുപോയി. ഞാൻ പോസ് ചെയ്തു, പിന്നെ ഓണാക്കാൻ മറന്നുപോയി. അതൊരു പ്രശ്നം പറ്റി. നമുക്ക് ചെസ്റ്റ് റൂമിന് ഫസ്റ്റ് ഡയമണ്ട് ആർമറാക്കാം. അന്നത്തെ ആ ഫസ്റ്റത്തെ വീഡിയോ, സെക്കൻഡ് വീഡിയോ കിട്ടിയ ട്രൈഡൻ്റ് ഇതാ നമുക്കിനി ഡയമണ്ട് ആർമറാക്കാം. ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസും എടുക്കട്ടെ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഒരു സ്റ്റാക്ക് വുഡാക്കി പറഞ്ഞല്ലേ, അതിൽ ഒരു സ്റ്റാക്ക് വുഡ് അല്ല 2 സ്റ്റാക്ക് സ്പ്രൂസിൻ്റെ ഇതാക്കി പറഞ്ഞല്ലേ ലോഗ്, അത് ഞാൻ വുഡാക്കി. കുറച്ച് സ്റ്റിക്ക് വേണം. ഇല്ല, നമുക്ക് പിക്കാക്സ് വേണം, ആക്സ് വേണം, സോഡ് വേണം, ഷവലും വേണം. കറക്റ്റ് കിട്ടി ഗൈസ്, കറക്റ്റ് ഡയമണ്ടാണ് ഉണ്ടായത്. കറക്റ്റ് തികഞ്ഞു. നമുക്ക് അയണിൻ്റെ ടൂൾസ് എല്ലാം ചെസ്റ്റിൽ വെക്കാം. നമുക്കിനി ഡയമണ്ടിൻ്റെ ടൂൾസ് എല്ലാം ഇൻവെൻട്രിയിൽ വെച്ച് നമുക്കിനി ഡയമണ്ടിൻ്റെ ആർമർ ഇടാം. എനിക്ക് എൻചാൻറ്റിംഗ് ടേബിളിന് വേണ്ടിയിട്ട് ഇതില്ല, ഡയമണ്ട് ഇല്ല. അത് നമുക്ക് വില്ലേജറിനോട് ട്രേഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതുണ്ടാക്കാനുള്ള പണിയാക്കാം. ചെസ്റ്റ് റൂമിൻ്റെ കിടന്നുറങ്ങട്ടെ. ഞാൻ അതിനുകൊണ്ട് സാധനങ്ങളൊന്നും കളക്ട് ചെയ്തില്ല. ഇപ്പം പോയിട്ട് കളക്ട് ചെയ്യാം. ഇത് എൻ്റെ സ്വന്തം ഐഡിയ ആണ്. അത്യാവശ്യം സമയം എടുക്കും. ഞാൻ ഏത് ചെസ്റ്റിലെ ടൂൾസ് വെച്ചത്? ഈ ചെസ്റ്റിലല്ലേ? അപ്പോൾ ഈ ചെസ്റ്റിലാണ് വെച്ചത്. ഇത് മറ്റേ ചെസ്റ്റിലേക്ക് മാറ്റാം. തൽക്കാലം ആക്സ് മാത്രം ഇൻവെൻട്രിയിൽ വെക്കാം. നമുക്ക് പോയി ഇനി ഞാൻ വുഡ് കളക്ട് ചെയ്തിട്ട് കാണാം. പിന്നെ ഗൈസ്, ഞാൻ പിന്നെ ലാവ ബക്കറ്റും കൊണ്ട് നെതർ പോർട്ടലാക്കി. ഈ ലാവ എടുത്തെടുത്ത് ലാവ പോർട്ടലാക്കി. കയറി നോക്കിയ സമയത്ത് അടുത്ത് തന്നെ ഒരു ഫോർട്രസ് ഉണ്ട്. നമുക്കിനി കുറച്ച് അടുത്ത എപ്പിസോഡിൽ തന്നെ ഡ്രാഗനെ കൊല്ലണം. നമുക്ക് വേണ്ടത് സ്ട്രിപ്പ് ചെയ്ത വുഡാണ്. സ്ട്രിപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കാം.
കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. ഇനി ഞാൻ വുഡ് കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പം ഞാൻ വേണ്ട അത്യാവശ്യ സാധനങ്ങളാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ് തന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ തന്നെയുണ്ട്. നമുക്കാദ്യം കുറച്ച് അയൺ എടുക്കാം. ഇത് ഫുൾ എടുക്കാം, ആവശ്യം വരുമായിരിക്കും. ലാൻഡോണിൻ്റെ റെസിപ്പി ചെയിൻ വേണം, അതെനിക്കറിയാം. നാലെണ്ണമായി, രണ്ടെണ്ണമായി. രണ്ടെണ്ണം പോരാ, കുറച്ച് ഇങ്ങോട്ടാക്കട്ടെ. 4 മതി. ഇനി ബാക്കി ഞാൻ കൊണ്ടുപോയി വെക്കാം. നമുക്ക് ഒരു 2000 കൂടി വേണം ഷെയർസ് ഉണ്ടാക്കാൻ. ഇനി ഞാൻ വീടിൻ്റെ പണീൻ്റെ സമയമാകുമ്പോൾ കാണാം. നമുക്ക് പണിയെടുക്കാം. വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് മൈൻ ചെയ്യാം. ഇത്ര ഡിഗ് ചെയ്യണ്ട, നമുക്ക് ആവശ്യമുള്ള സാധനമെല്ലാം എടുത്ത് വെക്കാം. പിന്നെ ഈ ഡിസൈൻ നിങ്ങൾക്ക് കോപ്പി ആണെങ്കിൽ ഇത് ചെയ്യുന്ന ഇതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഡിസൈനാണ്. നമുക്ക് കുറച്ച് വുഡ് അകത്ത് വെക്കാൻ. ഇനി ഞാനിതിൻ്റെ കുറച്ച് പണി കഴിഞ്ഞിട്ട് കാണാം ഗായ്സ്. ഞാനപ്പോൾ ഇത്രയാക്കി. ഇനി ഇതിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാനിതാ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. ഇത് സ്റ്റോറേജ് റൂം. ഫുള്ള് ചെസ്റ്റും വെച്ചു ഞാൻ. ഇതാ ഇതിൻ്റെ ഓരോ ഭാഗത്തും കാണിച്ചുതരാം. കുറച്ച് ലീഫും വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രഷർ പ്ലേറ്റ് വെക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.